ബിജെപിക്കും സർക്കാരിനുമെതിരായ വാർത്തകൾ പ്രമുഖ ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. പല വാർത്തകളും പ്രസിദ്ധീകരിച്ചയുടൻ പിൻവലിക്കുകയാണ്. ബിജെപി അധ്യക്ഷൻ അമിത്ഷായുടെ സ്വത്ത് വർധന, തനിക്ക് ബിരുദമില്ലെന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ വെളിപ്പെടുത്തൽ തുടങ്ങിയവ കഴിഞ്ഞ ദിവസങ്ങളിൽ പിൻവലിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യ, ഇക്കണോമിക് ടൈംസ്, DNA, ഔട്ട്ലുക്ക് തുടങ്ങിയ പ്രധാന പ്രസിദ്ധീകരണങ്ങളെല്ലാം വെബ്സൈറ്റുകളിൽ നിന്ന് ഇത്തരം വാർത്തകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അമിത്ഷാ, സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള ബിജെപി നേതാക്കളുടെ ആസ്തിയിൽ 4 വർഷം കൊണ്ടുണ്ടായ വൻ വർധനവിനെപ്പറ്റി ടൈംസ് ഓഫ് ഇന്ത്യയുടെ അഹമ്മദാബാദ് എഡിഷനിൽ 29-ാം തീയതി വന്ന വാർത്തയാണിത്. DNA പോലുള്ള മറ്റു ഇംഗ്ലീഷ് പത്രങ്ങളും നവഭാരത് ടൈംസ് അടക്കമുള്ള ഹിന്ദി പത്രങ്ങളും വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. അന്ന് തന്നെ ഈ പത്രങ്ങളെല്ലാം അവയുടെ വെബ്സൈറ്റിലും വാർത്ത നൽകി. വെബ്സൈറ്റിൽ പക്ഷേ മണിക്കൂറുകൾ മാത്രമായിരുന്നു ഇവയുടെ ആയുസ്. ഇപ്പോൾ അമിത്ഷായുടെ ആസ്തിയെക്കുറിച്ച് പരതിയാൽ വാർത്താ ലിങ്കുകൾ കാണാം. പക്ഷേ തുറന്നാൽ വാർത്തയില്ല. എക്കണോമിക് ടൈംസ്, ഔട്ട്ലുക്ക്, വൺ ഇന്ത്യ തുടങ്ങി ഒട്ടുമിക്ക വെബ്സൈറ്റുകളിലും സ്ഥിതി സമാനം. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തനിക്ക് ബികോം ബിരുദ യോഗ്യതയില്ല എന്ന് കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പുതിയ സത്യവാങ്മൂലം നൽകിയെന്ന വാർത്തയും അപ്രത്യക്ഷമായിട്ടുണ്ട്. വിമർശനാത്മക വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങളെ വേട്ടയാടുന്നു എന്ന പരാതി നേരത്തെ തന്നെയുണ്ട്. രാജ്യത്ത് പത്രസ്വാതന്ത്ര്യം കുറയുന്നുവെന്ന പഠന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതിനിടയിലാണ് പ്രമുഖ മാധ്യമങ്ങളിൽ നിന്ന് ബിജെപി വിരുദ്ധ വാർത്തകൾ അപ്രത്യക്ഷമാകുന്നത്. ടി കെ റാഷിദ്, മീഡിയ 1, ഡൽഹി.